പോട്ടെ സ്വാമി വേലായുധ. അമ്മയെ എല്ലാവരും കുറ്റം പറഞ്ഞു. ഇപ്പോ മനസ്സിനൊരു വിഷമം. ഈ ബസ് എന്തിനാ ഇപ്പൊ വന്നേന്ന് തോന്നണു? അല്ലെങ്കിൽ 1 മണിക്കൂർ കാത്തുനിന്നാലും വരില്ല. ചേട്ടൻ പോരണുണ്ടോ? പഴങ്കഥ പറയാൻ കണ്ട പോട്ടെ. പോട്ടെ പോട്ടെ പോറായി. ആരാ? എന്താ വേണ്ടേ? ഞാൻ കുറെ ദൂരെന്നാ. വിശ്വം ഇവിടെയാണോ താമസം? ഇതെന്താ സത്രോ? വരണവർക്കും പോണവർക്കും താമസിക്കാൻ? അല്ല, ചോദിച്ചപ്പോ ചിലരൊക്കെ പറഞ്ഞേ. എന്നാല പറഞ്ഞവരുടെ വീട്ടിലാ. അതെവിടെയാണാവോ? അയാൾ ഇവിടെയൊന്നും ഇല്ല. അയാളുടെ വീട്ടിൽ പോയി. ഗുരുവായൂരം കണ്ട്. എവിടെ? ഗുരുവായൂരോ? എനിക്കറിയില്ല. പോയി അന്വേഷിക്ക്. ഓരോ സാധനങ്ങൾ വന്ന് കേറി. ഒരു ഗ്ലാസ് വെള്ളമായിക്കോട്ടെ. കുന്നത്തെ യശോദ ഇപ്പോഴും ഇവിടെ തന്നെയല്ലേ താമസം? യശോദ ടീച്ചറല്ലേ? അതെ. അതെ, ഈ വളവ് തിരിഞ്ഞ് 4ാമത്തെ വീടാ. പഴയ വീട് തന്നെയല്ലേ? അതെ. എവിടുന്നാ? കുറച്ച് ദൂരെന്നാ. ദൂരെന്ന് വെച്ചാ? ബോംബെന്ന്. ഞാൻ കാട്ടിത്തരാം. ഞാൻ ആ വഴിക്കാ. ടീച്ചർ ആരാ? ഒരു ബന്ധുവാ. അല്ലേ, ആദ്യത്തെ കല്യാണത്തിലൊരു മകണ്ടായിരുന്നു. അയാളാണോന്ന് സംശയിച്ചു. അയാളും ബോംബെയിലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 10-20 കൊല്ലം മുമ്പ് പോയതാ. ഈ ടീച്ചറുടെ ആദ്യത്തെ ഭർത്താവ് മരിച്ചതാ. അതിലുണ്ടായതാ മഹാനിഷേധിയായിട്ടൊരു ചെക്കൻ. 2ാമത് വൈക്കത്തുകാരൻ ഗോപാലൻ നായരാ കെട്ടിയത്. നല്ലൊരു മനുഷ്യൻ. ഈ പയ്യന് അയാളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഒരു ദിവസം എന്തോ കുസൃതി കാണിച്ചതിന് അയാള് 2 പൊട്ടിച്ചു. കൈ കിട്ടിയ വെട്ടുകത്തിയോണ്ട് ഒരൊറ്റ വെട്ടാ ചെക്കൻ. ചാവുന്ന് വിചാരിച്ച് ചത്തില്ല. ഇപ്പോഴുണ്ടോ? ആര്? ഗോപാലൻ നായരോ? ആള് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ എന്താ കാര്യം? ദേ, കഴുത്തിന് ഇവിടെയാ വെട്ട്. ഒരു ഭാഗം സ്വാധീനില്ല. മതി. ഇതും കൂടി കുടിക്കൂ. വേണ്ട, ചത്ത് കിട്ടിയാ മതി. അടുത്തു. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കണത്? തന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലടൂ. തൻ്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോ എത്ര കൊല്ലമായടോ ഈ കിടപ്പ്. കണ്ടോ? സത്യം. ആരാ? അയ്യോ, എന്താ ഇത്? ഞാൻ തന്നെയാണമ്മേ. അരിക്കുട്ടനാണോ? ആരാണെന്ന് മനസ്സിലായോ? ചത്തിട്ടില്ല. അതറിഞ്ഞിട്ട്
കൊല്ലാനാണോ വന്നത്? അമ്മേ, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുവല്ല. എനിക്ക് വേണ്ട. യശോദേ, ആരാ അത്? ആരോ വഴിതെറ്റി വന്നതാ. വർഷമായി ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു ജീവിതകാലം മുഴുവൻ ഒരു കട്ടിലിൽ. എന്റെ ജീവിതം അത് നീ തകർത്തു. എന്നിട്ടിപ്പോ എന്തിനു വന്നു? അമ്മേ, വിവരവും വിവേകവും ഇല്ലാത്തൊരു പ്രായത്തില് അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ്. അമ്മ മാത്രമുള്ള ഒരു കുട്ടി, ആ സ്നേഹം പലർക്കായിട്ട് പോണത് കണ്ടപ്പോ ഭ്രാന്ത് പിടിച്ചു പോയൊരു കുട്ടി. കുട്ടി സാധാരണ ഒരു കുട്ടി ചെയ്യണ കാര്യമാണോ നീ ചെയ്തത്? വേണ്ട, ഇനിയൊന്നും പറയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. നിന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. വാദിച്ചത്ത് കട്ടിലേ കിടക്കുന്ന ആ മനുഷ്യനോട് ഇത്തിരി ദയ കാട്ടണം. അതിനെങ്കിലും എന്നെ അനുവദിക്കണം. അമ്മ പറഞ്ഞോളൂ, ഞാൻ എന്ത് ചെയ്യണം? എന്ത് പ്രായച്ചിത്വം ചെയ്യാം? ആത്മഹത്യ വരെ. അതെന്തിനാ? നീ നിന്റെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചോളൂ. 10-20 വർഷമായിട്ട് എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടായില്ലല്ലോ. ഇനി അത് വേണ്ട. കുറ്റബോധം കൊണ്ടാണ് അമ്മേ ഞാൻ. എന്നെ ഉപേക്ഷിക്കരുത്. ഇപ്പൊ നിന്നേക്കാൾ വലുത് എനിക്ക് ആ മനുഷ്യന്. പാതി കൊന്നിട്ട് പോയ നിന്നോട് അദ്ദേഹം പൊറുക്കൂ? സ്നേഹം പോണെന്ന് പറഞ്ഞ് ഇനി നീ കൊല്ലൂല എന്നെന്താ ഉറപ്പ്? മതി അമ്മേ, സന്തോഷായി. അമ്മേനെ അത് തൊട്ടല്ലോ, അത് മതി. ഈ ജന്മം അത് മതി. വേൽസ്വാമി, വേൽസ്വാമി, ആരാ? ഞാനാ വിശ്വം. എന്താടാ പന്നിയുടെ പോലെ വാ വിളിച്ചു നിൽക്കണേ? സാലേ സുബ, തെണ്ടി കഴിവേറി നല്ല പണിയാ നീ കാട്ടിയത്. ഒരു വാക്ക് എന്നോട് മുന്നിട്ട് പോരണ്ടടോ. ഞാൻ നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഒടുവില് വീട്ടി സ്റ്റേഷനിലെ കരിയുമ്പായെ കണ്ടപ്പോഴാ പറയണേ, തീവണ്ടി കയറാൻ വന്നപ്പോ കണ്ടുവന്ന്. അടുത്ത ദിവസം തന്നെ ഞാനും കയറി. പാലക്കാട്ടേക്കാണ് നീ ടിക്കറ്റ് എടുത്തേക്കണമെന്ന് മാത്രം അറിയാം. പാലക്കാട്ട് വന്നിട്ടിപ്പോ ഒരാഴ്ചയായി. തപ്പാനിനി ഒരിടവില്ല. ആലത്തൂര്, ഒറ്റപ്പാലം, ഷൊർണൂര്, മണ്ണാർക്കാട്, ലോകം മുഴുവൻ അരിച്ചു പെറുക്കി. ഈ മലമൂട്ടിൽ വന്ന് ഈ കൂടുമെന്ന് ഞാൻ അറിഞ്ഞു.
ഭാഗ്യത്തിന് എന്റെ കൈ തന്നെ വന്നു പെട്ടു. ഇല്ലെങ്കിൽ തമ്മി കാണാൻ പറ്റാതെ തിരിച്ചു പോയേനെ. കാണാണ്ട് പോകുന്ന പ്രശ്നമില്ല. ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ അറിഞ്ഞു ബോംബെക്കാരന് തടിയും വന്ന് കൂടിയിട്ടുണ്ടെന്ന്. പിന്നെ ഹരഹരോ ഹരഹര. വന്നേ. ഹിന്ദിയ കഥം കുതാ ഹെ. ഇത് നമ്മളൊന്ന് മറ്റേ അവന്റെ സ്ഥലമാണല്ലേ? ദാമോദരൻ, ആ കാണുന്നതാ വീട്. അയാളുടെ ദോസ്താന്നാ പറഞ്ഞേക്കണ. ചരിത്രമൊക്കെ ഞാൻ അറിഞ്ഞു. ആ തള്ള എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പി. നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി. തിരുത്താൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന ചെയ്യണം. മഹാഭാവങ്ങളാ. ബിന്ദാസ്. ചാവാൻ തീരുമാനിച്ചു വന്നാ നമ്മളെന്ത് ചെയ്യാനാ? അല്ല, നിനക്കെങ്ങനെ ആളെ സ്ഥലമൊക്കെ പിടികിട്ടി? അയാളുടെ ഒരു ബാഗ് വണ്ടിയിലുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു എല്ലാ വിവരവും. അങ്ങനെ വരട്ടെ. അല്ലെങ്കിൽ പോലീസ് ഇപ്പോ ഇവിടെ വിവരം കൊടുത്തേനെ. അന്വേഷണം എല്ലാം ഉണ്ടായ ആർക്കറിയാം? ഊരും പേരും ഉള്ളവര് ചത്തിട്ടൊരു തുമ്പും കിട്ടണില്ല. പിന്നല്ലേ ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ചത്താല്. കോർപ്പറേഷൻകാർക്ക് പണിയായി. ഏതായാലും വന്നു പെട്ട സ്ഥലം കൊള്ളാം. എനിക്കിഷ്ടായി. അതെ, ഞങ്ങള് നാളെ ഗുരുവായൂർക്ക് വരാതിരിക്കുകയായിരുന്നു. മൂപ്പർക്ക് ഇപ്പൊ തന്നെ കാണണമെന്ന്. നീ ഇല്ലാതെ ഒരു സുഖമില്ലടാ. അല്ല, വീട്ടിൽ പോയിട്ട് പെട്ടെന്നെന്താ പോന്നേ? എന്റെ അമ്മ ചത്തോ? നിന്റെ അമ്മ ചത്തോ? എന്റെ അമ്മയുടെ രണ്ടാമ്പാപ്പാനുണ്ടായിരുന്നല്ലോ, അയാളും ചത്തോ? അല്ലെങ്കിൽ മറ്റെടുത്ത് തൊഴിച്ചു വിട്ടോ? നന്നായി നന്നായി. ഇനിയിപ്പോ അമ്മാക്കിമ്മാന്നും പറഞ്ഞ് ബോറടിപ്പിക്കണ വർത്താനവും പറഞ്ഞിട്ട് വരില്ലല്ലോ. വലുമായി ഇവന് വിചാരമുണ്ട്. ഇവന് അമ്മയുണ്ട്, അമ്മയുടെ നായരുണ്ട്, ബന്ധസ്വന്തങ്ങളുണ്ട്. അവർക്കൊക്കെ ഇവൻ തേനാണ്, പാലാണ്. മണ്ണാൻ കട്ട വെറുതെ ഒക്കെ തട്ടിപ്പാന്നേ. കള്ളത്തരം ആയില്ല. കണ്ട നിനക്ക് വിഷമായോ? ചിലത് കേൾക്കുമ്പോ എനിക്ക് ഭ്രാന്ത. എനിക്കില്ലാത്തൊക്കെ നിനക്കുണ്ടെന്ന് പറയുമ്പോ എനിക്ക് കലി കയറും. എറണാകുളം റെയിൽവേ സ്റ്റേഷനില് 2 വയസ്സുള്ള എന്നെ ഉറക്കി കിടത്തിയിട്ട് സ്വന്തം കാര്യം നോക്കി പോയി വരുത്തിയ എന്റെ ഓർമ്മയില്. ആ എനിക്ക് നിന്റെ അമ്മ ചത്തുന്ന് കേട്ടാ ഒന്നും തോന്നില്ല. ചിരിയാ വരിക. എന്റെ അമ്മ ചത്തിട്ടൊന്നുമില്ല. ഇല്ലേ? അപ്പൊ നീ പറഞ്ഞതോ? എപ്പ പറഞ്ഞു? മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ല. ഇത് ഞാൻ ആരുമല്ല ഉണ്ടായി. എന്റെ അമ്മയുടെ ജീവിതം തകർത്ത ശത്രു. ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു പോയി. അതിന് ഈ കാലം അത്രയും മനസ്സുകൊണ്ട് മാപ്പും പറഞ്ഞു. ആരും വേണ്ട, നമുക്ക് ഈ ഭൂമിയിൽ ആരും വേണ്ട. നീ വിഷമിക്കാണ്ടിരി. നമുക്ക് ആരും വേണ്ട. തെരുവാ നമ്മളെ വളർത്തിയത്. ഓടയിൽ പന്നിക്കുഞ്ഞുങ്ങൾ കഴിഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞത്. ആരും ഉണ്ടായിരുന്നില്ല. ഇനി ആരും വേണ്ട. എനിക്ക് നീ ഉണ്ടായാൽ മതി. നിനക്ക് ഞാനുണ്ടാവും.